വെള്ളാപ്പള്ളി നടേശൻ കുറച്ചു നാളുകളായി വിവാദങ്ങളിലൊന്നും അങ്ങനെ പെടുന്നത് നാം കണ്ടിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഒരു വിവാദവുമായി വന്നിരിക്കുകയാണ്. അത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നും പിന്നോക്ക സമുദായം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ മാത്രം കണ്ടാൽ മതി എന്നാണ് എൻ്റെ ചിന്ത. ഏതൊരു പ്രത്യേക അവസരത്തിൽ, അതായത് SNDP യോഗത്തിൻ്റെ ഒരു മീറ്റിംഗ് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ പ്രദേശം, അതേപോലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലം കൂടിയാണ്, നിലമ്പൂർ മണ്ഡലത്തിൻ്റെ കിഴക്കൻ പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിൽ SNDP വിഭാഗം അനുഭവിക്കുന്ന ഒരു പിന്തള്ളൽ, തിരസ്കരണം, അത് ഇലസ്ട്രേറ്റ് ചെയ്യാനായി പറഞ്ഞ കാര്യമാണ്. മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 60 രാജ്യമാണെന്നാണ് അല്ലേ, ഒരു ചില രാജ്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ആലങ്കാരികമായിട്ട് പറയുമല്ലോ, ചില പ്രദേശങ്ങൾ ഒരു രാജ്യം തന്നെയാണ് എന്ന രീതിയിൽ പറയുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് ഇലസ്ട്രേറ്റ് ചെയ്യാനായി അദ്ദേഹം കടുത്ത ഒരു പ്രയോഗം നടത്തിയതാണ്. ഈ 69% മലപ്പുറം ജില്ലയിലെ 69% ആളുകളും മുസ്ലിങ്ങളാണ്. ഒരു ഹിന്ദു ജനസംഖ്യ ഏതാണ്ട് ഒരു 27-28% വരും. ബാക്കി 2-3% ക്രിസ്ത്യൻസും എല്ലാം ചേരുന്നൊരു ജില്ലയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ ജില്ല എന്ന നിലയിൽ ആ ഭാഗം സ്ട്രെസ് ചെയ്യുന്നു. ഇവിടെ ഒരു ജനസംഖ്യ വിസ്ഫോടനം നടന്നിട്ടുണ്ട് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. കാരണം മണ്ഡലങ്ങളുടെ അവസാന പുനഃസംഘടന ദേശീയ തലത്തിൽ നടന്നില്ല എങ്കിലും സംസ്ഥാന തലത്തിൽ 140 നിയോജക മണ്ഡലങ്ങളുടെ അതിരുകൾ ഡീലിമിറ്റേഷനിലൂടെ കഴിഞ്ഞ പ്രാവശ്യം ഈ പുനഃസംഘടിപ്പിച്ചപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് 4 നിയമസഭാ മണ്ഡലങ്ങളാണ് കൂടുതലായി ലഭിച്ചത്. പത്തനംതിട്ട ജില്ലയ്ക്ക് 7 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നത് 5 കുറഞ്ഞു. മലപ്പുറത്തിൻ്റെ 14 ഉണ്ടായിരുന്നത് 18 കൂടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു മുസ്ലിം ജനസംഖ്യാ വർധനവ് അവരുടെ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നു. അതേസമയം ഈഴവ സമുദായത്തിൻ്റെ സ്ഥാപനങ്ങൾ, കാര്യമായ സ്കൂളുകൾ, കോളേജുകൾ ഒന്നുമില്ല, പോലും ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അതിനേക്കാൾ ചേർത്ത് വായിക്കേണ്ടത് ഈഴവ സമുദായത്തിൽ ലഭിച്ചിട്ടില്ല എന്നതൊരു കാര്യം, വസ്തുതാപരമായി ശരിയായിരിക്കാം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഉൾപ്പെടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മഞ്ചേരി കോളേജിനെയാണ്. എന്ന് പറഞ്ഞാൽ NSSൻ്റെ കോളേജാണ് മഞ്ചേരി കോളേജ്. അപ്പോൾ ഒരു നായർ ഈഴവ ഐക്യം എന്നത് രണ്ടാം വേവ് ഓഫ് ഈഴവ നായർ ഒരു അഫിനിറ്റി, അതിലേക്കാണോ വെള്ളാപ്പള്ളി നടേശൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്? അതാണ് ചോദ്യം. കാരണം മുസ്ലിം സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നതാണോ, അതോ മുസ്ലിം സ്ഥാപനങ്ങളുടെ എണ്ണപ്പെരുക്കത്തിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നിഷ്പ്രഭമായി പോകുന്നു, ഞങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല എന്നതാണോ? എന്തായാലും ശരി, വെള്ളാപ്പള്ളി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് അവിടെ നടത്തുന്നത്. മാറി മാറി വരുന്ന UDF LDF സർക്കാരുകൾ ഈഴവ സമുദായത്തിന് ഈ പരാമർശം ആർക്കായിരിക്കും, ഏത് മുന്നണിക്കായിരിക്കും ഗുണം ലഭിക്കാനുള്ള സാധ്യതയുള്ള? ഇതിൽ തീർച്ചയായും ഒരു ഹൈന്ദവ ഏകീകരണം ലക്ഷ്യമാക്കുന്നു ആ പ്രസ്താവന എങ്കിൽ അത് നായർ ഈഴവ ഏകോപനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രയോജനം ഭാരതീയ ജനതാ പാർട്ടിക്ക് ആയിരിക്കണം. പക്ഷേ അതിശക്തമായ വിയോജിപ്പാണ് UDFൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ ഇവിടെ പുലിവാൽ പിടിച്ചിരിക്കുന്നത് LDF ആണ്. LDFൻ്റെ ഏതാനും വർഷത്തെ മുസ്ലിം പ്രീണന നയം ഉപേക്ഷിച്ച് ഒരു സമദൂരം പാലിക്കുകയും ഹൈന്ദവ വോട്ട് ബാങ്കിലേക്ക്, പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം, കണക്കിൽ ഏറ്റവും വലിയ സമുദായം, കേരളത്തിലെ ജനസംഖ്യയുടെ 26% ഈഴവ സമുദായക്കാരാണ്. ആ സമുദായത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പാലം വീണ്ടും ഇടുകയും ആ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുകയും ചെയ്യാനുള്ള ഭഗീരഥ പ്രയത്നം LDF നടത്തുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നതിൻ്റെ മധ്യത്തിലാണ് ഈ ഇടുത്തി പോലെ ഈ പ്രസ്താവന വന്നത്. അല്ല, ഈ CPM പോലും എത്രത്തോളം വിമർശിക്കാൻ കഴിയുമെന്നത് ചോദ്യചിഹ്നമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു അഭിമുഖം വന്നിരുന്നു. അത് ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് അത് എൻ്റെ പ്രസ്താവനയല്ല, എൻ്റേതല്ലെന്നെല്ലാം സൂചിപ്പിക്കുമ്പോഴും അത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടാണ് അന്ന് വന്നത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇത് CPM-നെയാണല്ലേ വെട്ടിലാക്കുന്നത്? CPM-നാണ്. കാരണം ഈഴവ സമുദായം ഇപ്പോഴും LDF ഒരു ഹിന്ദു ഡോമിനൻ്റ് പാർട്ടി എന്ന നിലയിൽ തന്നെയാണ്. ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക്, മുസ്ലിം ന്യൂനപക്ഷങ്ങളിലേക്ക് ചെറിയ ഒരു ഇടം അവർക്ക് ലഭിച്ചു എങ്കിൽ പോലും അത് കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ ഒരു പ്രധാന ജങ്ക് വോട്ട് ചെയ്തിട്ടുള്ള UDF-നാണ്, LDF-നല്ല. ഈ നമ്പേഴ്സ് കാണിക്കുന്ന അതാണ്. അപ്പം അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങളെയും ഈഴവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തിയാൽ ഗംഭീരമായൊരു പൊളിറ്റിക്കൽ കോമ്പിനേഷനാകും. ഒരിക്കലും തകർക്കാനാവാത്ത ഒരു വിന്നിങ് കോയലേഷൻ, ഒരു വിന്നിങ് കോമ്പസിഷൻ. അതായത് 26% മുസ്ലിങ്ങൾ കേരള ജനസംഖ്യയുടെ, ഈ മറ്റൊരു 26% ഈഴവർ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ
50-54% ജനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിംഹഭാഗം LDFിലേക്ക് തിരിയുകയാണ് എങ്കിൽ തീർച്ചയായും തുടർഭരണങ്ങൾ തുടർച്ചയായി നടക്കും. ഈ ഒരു ഫോർമുല യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് മറ്റു ചില ഫോർമേഷൻ വരുമ്പോഴാണ്. ഇപ്പോൾ ക്രൈസ്തവ മുസ്ലിം ഒരു സംശയ അന്തരീക്ഷം വരുമ്പോൾ ക്രൈസ്തവരുടെ ഒരു ഭാഗം BJPയിലേക്ക് ചായുന്നു. ഈഴവ സമുദായത്തിൻ്റെ ഒരു ഭാഗം, അത് കമ്മ്യൂണിസ്റ്റ് വോട്ടേഴ്സായിരുന്ന ട്രഡീഷണൽ CPM വോട്ടേഴ്സായിരുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെയും ഒരു നല്ല വിഭാഗം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്തത് എന്ന് പാർട്ടി തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്, CPM അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈഴവ സമുദായത്തെ തിരിച്ചു പിടിക്കുന്നതിന് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകളെ കഠിനമായി വിമർശിച്ചാൽ എങ്ങനെയാണ് അത് പൊളിറ്റിക്കലി വർക്കൗട്ട് ചെയ്യുന്നത്? ഈ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന രീതിയിലാണ് ഈഴവ പിണക്കുകയും മുസ്ലിങ്ങൾ കൂടെ ഇല്ലാതിരിക്കുകയും ചെയ്താൽ പിന്നെ ആരാണ് വോട്ട് ചെയ്യുന്നത് എന്നൊരു മറ്റൊരു കാര്യം, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ പരാമർശം ഉണ്ടായത്. അപ്പോൾ ആ പരാമർശം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇനി NSSന്റെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു പരാമർശം പ്രതീക്ഷിക്കുന്നുണ്ടോ? NSSന്റെ ഭാഗത്ത് നിന്ന് തൽക്കാലം ഇപ്പം വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും പലപ്പോഴും യോജിച്ചിട്ടുണ്ട്, പലപ്പോഴും വിയോജിച്ചിട്ടുണ്ട്. അതെപ്പോഴും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവർ കൈകൊടുക്കുന്ന ചിത്രമുണ്ട്. അപ്പം പിന്നെ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന ഒരു വിശാല ഹൈന്ദവ ഏകീകരണം, അതിനെക്കുറിച്ച് സംസാരിച്ച അതേ നമുക്കൊണ്ട് തന്നെയാണ് പിന്നീട് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട്, മറ്റ് സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടെയെല്ലാം ഈ നായർ ഈഴവ ഡിവൈഡ് വളരെ കൃത്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെയാണ് പുതിയൊരു ഫോർമുല വർക്കൗട്ട് ചെയ്യുന്നത്? ഇനി 2 തെരഞ്ഞെടുപ്പുകളാണ് വരാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിന് മുൻപ് തന്നെ അതോടൊപ്പം തന്നെ വരേണ്ടതാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ ചുങ്കത്തറ വെച്ച് നടന്ന ആ മണ്ഡലത്തിൽ വെച്ചാണെന്ന് ഓർക്കണം, ചുങ്കത്തറ വെച്ച് നടന്ന ഈ പ്രസംഗം അല്ലെങ്കിൽ ആ അഭിപ്രായ പ്രകടനം അത് ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണോ, അതോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ടെസ്റ്റ് ഡോസ് എന്നതാണോ, അതോ വിശാലമായ ഒരു ഫോർമേഷനിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണോ, ഇടതുപക്ഷവുമായി വീണ്ടും ഒരു പാലം, അപ്പനും മകനും 2 തട്ടിലാണെന്ന് തോന്നാമെങ്കിലും മകൻ വെള്ളാപ്പള്ളി, തുഷാർ വെള്ളാപ്പള്ളി BDJS-ലൂടെ BJP പാളയത്തിലാണ്, അല്ലെങ്കിൽ NDAയുടെ സഖ്യകക്ഷിയാണ്. അതുതന്നെ തുടരണോ വേണ്ടായോ എന്ന ആലോചന ഒരു ഭാഗത്ത് നടക്കുന്നു. മറുപക്ഷത്തെ CPM-നോട് എക്കാലത്തും തിരിഞ്ഞും മറിഞ്ഞും മാറിയും തിരിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് പാലം 2 പാലമാണ്. UDF-ലേക്ക് പാലമില്ല എന്ന് വ്യക്തമാണ്. LDF-ലേക്കും BJP-ലേക്കും ഒരുപോലെ പാലം വിടുന്നു. ഈ പ്രസ്താവനയൊക്കെ എങ്ങനെയാണ് BJP-യും CPM-ഉം നേരിടുന്നത്, കൈകാര്യം ചെയ്യുന്നത്? ഇതുകൂടി വെള്ളാപ്പള്ളിയുടെ അജണ്ടയിൽ ഉണ്ടാവും. ഇതൊന്നും വീൺവാക്കുകളാണെന്ന് കരുതാനാവില്ല. ഇതൊക്കെ കൃത്യമായി അജണ്ടയിൽ പറയുന്നതാണ്. ഫീലേഴ്സ് എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുക. ആ പറഞ്ഞു വെക്കുന്നതിൽ നിന്നും അർത്ഥങ്ങൾ, പാർട്ടികൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, അത് നോക്കിയതിന് ശേഷം സമുദായ അംഗങ്ങളുടെ മൊത്തമായ താല്പര്യം, അതാണല്ലോ സമുദായം എന്ന് പറയുമ്പോൾ സമുദായങ്ങളുടെ താല്പര്യമാണല്ലോ വെള്ളാപ്പള്ളിക്ക്. കൃത്യമായ രാഷ്ട്രീയമില്ലല്ലോ. അതിന് രാഷ്ട്രീയം വരുന്നത് സമുദായ താല്പര്യം സംരക്ഷിക്കാൻ ഏത് മുന്നണിയാണോ മെച്ചം, അതിലേക്ക് ചരിഞ്ഞു നിൽക്കുക, ചാഞ്ഞു നിൽക്കുക. ഒരു വോട്ട് ബാങ്ക് എന്ന നിലയിലോ അല്ലെങ്കിൽ പ്രേരകശക്തി എന്ന നിലയിലോ ആ രംഗത്തേക്ക് വരിക. ഇതാണ് ഒരു സംഘടനയ്ക്ക് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ബാർഗെയിനിങ്, പൊളിറ്റിക്കൽ സോഷ്യൽ ബാർഗെയിനിങ് നടക്കുന്നത്. അങ്ങനെയാണ് ഈ മുസ്ലിം സംഘടനകൾ വലിയ രീതിയിൽ ഇതിനെതിരെ വിമർശനവുമായി വന്നിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ വിള്ളൽ വരുത്തുമോ ഈ സമൂഹത്തിൽ? ഈ സാമുദായിക സൗഹാർദ്ദം, കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം അത് വളരെ ഫ്രജൈലാണിപ്പോൾ, വളരെ വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പരസ്യമായ ഏറ്റുമുട്ടലുകൾ വ്യാപകമായി നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഡിവൈഡ് അവിടെ വരുന്നു. ആ ഡിവൈഡ് ഒരു പുനഃക്രമീകരണം, കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സുൾപ്പെടെ പുനഃക്രമീകരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു പേറ്റുനോവിൻ്റെ ഒരു ആരംഭത്തിലാണ്. ഇതിൽ നിന്നും ഈ പാരഡൈം മാറിക്കഴിയുമ്പോൾ ഇതിൽ നിന്നും നേട്ടമുണ്ടാക്കുന്നത് ആരാണെന്നുള്ളതാണ്. ട്രഡീഷണലി 2 ഹോഴ്സ് റേസാണ് കേരളം, UDF LDF മുന്നണികൾ. മൂന്നാമതൊരു പ്ലെയറും കൂടെ വരുമ്പോൾ BJP 20% വോട്ട് ഷെയറാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് വിന്നബിൾ ആകണമെങ്കിൽ ഏതാണ്ട് 30-35% നീങ്ങണം ഏതാനും മണ്ഡലങ്ങളിലെങ്കിലും. BJP ഒരിക്കലും കേരളം ഈ സമീപഭാവിയിൽ ഭരണത്തിലെത്തുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഒരു പ്രേരക ശക്തി അല്ലെങ്കിൽ നിർണായക സാന്നിധ്യം, ഒരു ഡബിൾ ഡിജിറ്റ് ഫിഗറിലേക്ക് കേരളത്തിൻ്റെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് സാന്നിധ്യം അറിയിക്കണമെങ്കിൽ നിലവിലെ പാരഡൈം അല്ല. അങ്ങനെ പറയുമ്പോഴും 2011 മുതലുള്ള സർക്കാരുണ്ടല്ലോ, ഉമ്മൻചാണ്ടി സർക്കാർ, അതിൽ 5ാം മന്ത്രി പ്രശ്നമുണ്ട്, മറ്റു പല പ്രശ്നങ്ങളും. ഈ മുസ്ലിം ലീഗ് മലപ്പുറത്തേക്ക് എല്ലാ വികസനങ്ങളും കൊണ്ടുപോകുന്നു എന്ന വലിയ വിമർശനം ഉണ്ടായപ്പോൾ അവിടെ ഒരു
ആ സമയത്താണ് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ NSS SNDP എല്ലാം യോജിക്കുന്നത്. അങ്ങനെ വലിയ യോജിപ്പ് ഉണ്ടായപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രയോജനമായി വന്നത് LDFനാണ്. അപ്പോൾ നാം ആ വോട്ടുകൾ BJPയിലേക്ക്, പുതിയ സാഹചര്യത്തിൽ BJPയിലേക്ക് മാത്രം പോകുമെന്ന് വിലയിരുത്താൻ കഴിയുമോ? ഇത് എങ്ങനെയും പോകാം. ഈ കാര്യം ഹിന്ദു കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ജനറലി BJPയെ സഹായിക്കാമെന്ന് തോന്നാമെങ്കിലും ഇടതുപക്ഷത്തു നിന്ന് തിരിയുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്ന വോട്ടുകൾ എങ്ങോട്ടാണ് തിരിയുന്നത് എന്നത് അത് കൃത്യമായി UDFയിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല. അത് കുറേയൊക്കെ BJPയിലേക്ക് പോകാം. പിന്നെ വോട്ടുകൾ മരവിപ്പിക്കപ്പെടാം, ഇടത് വോട്ടുകൾ മരവിപ്പിക്കപ്പെടാം. ഇലക്ട്രലി എങ്ങനെയാണ് അതിൻ്റെ പ്രയോജനം വരുന്നത്? അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സംഭവവികാസം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിനും ഒരു ക്രിസ്ത്യൻ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു എന്നതാണ് കേരളത്തിൻ്റെ വൈകിയ ചിത്രം. അങ്ങനെ ആയിരുന്നില്ല മുൻകാലങ്ങളിൽ. മുസ്ലിം ക്രിസ്ത്യൻ ഒരു ഡൈക്കോട്ടമി ഉണ്ടായിരുന്നില്ല. കാരണം രണ്ട് ന്യൂനപക്ഷങ്ങളാണ്, രണ്ടും പ്രബലമായ ന്യൂനപക്ഷങ്ങളാണ്. 18% വരുന്ന ക്രിസ്ത്യൻ, 26%. പക്ഷേ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ സംഖ്യ 18-ൽ തറച്ചു നിൽക്കുകയാണ് എക്കാലത്ത്. പക്ഷേ മുസ്ലിം അതിന് കാരണം ഈ പ്രമുഖ നേതാക്കളുണ്ടായിരുന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആയാലും ആന്റണി ഇപ്പോൾ രാഷ്ട്രീയമായി പിന്നോക്കം നിൽക്കുന്നു, KM മാണി ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരു നേതാക്കളുടെ കുറവാണോ ഇതിനെല്ലാം കാരണം? UDFിൻ്റെ ഒരു നേതൃനിര, ഒരു ടോട്ടൽ ചേഞ്ചാണ് UDFിൻ്റെ. മഹാമല്ലന്മാരായ നേതാക്കൾ വയലാർ രവി, AK ആന്റണി. വയലാർ രവി ഉണ്ടെങ്കിലും സജീവമല്ലല്ലോ. AK ആന്റണി സജീവമല്ല. ഉമ്മൻചാണ്ടി മരിച്ചുപോയി. അപ്പോൾ VD സതീശൻ താരതമ്യേന ആ ഒരു പവർ പോളിറ്റിക്സിൽ താരതമ്യേന പുതിയതാണ്. കാരണം അത്രയും ഒരു പാരമ്പര്യം അവകാശപ്പെടാനാവില്ലല്ലോ. ദീർഘകാലമായി MLA ആയിരുന്നു. അതുകൊണ്ട് UDFിൽ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. കൃത്യമായൊരു നേതൃത്വം. ആരാണ്? രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ? അതോ സതീശൻ? രണ്ടും ഒരേ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണ്. ഒരു ക്രിസ്ത്യൻ ഫേസ് ഇനിയും എമർജ് ചെയ്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. മാത്യു കുഴൽനാടനുണ്ട്, റോജി M ജോൺ ഉണ്ട്, ഒരുപാട് പേരുണ്ടില്ല എന്നല്ല. പക്ഷേ അപ്പോഴും ഈ PJ കുര്യൻ സാറിൻ്റെയൊക്കെ കാലഘട്ടം ഏതാണ്ട് അവസാനിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് KC ജോസഫ് ഇവരുടെ എല്ലാം കാലഘട്ടം അവസാനിക്കുമ്പോൾ ക്രിസ്ത്യൻ ഒരു ഫേസായി UDFിന് പറയാനില്ല. എന്നാൽ ക്രിസ്ത്യൻ ഒരു സൗഹൃദ മേഖലയാണ്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ UDFിൻ്റെ ഒരു പിൻബലം ക്രിസ്ത്യൻ വോട്ടാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെങ്കിലും കാര്യമായ പ്രയോജനം UDFിന് ചെയ്തിട്ടില്ല. LDFിന് ചെയ്യുകയും ചെയ്തു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മാറിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ഒരു ഹിന്ദു കൺസോളിഡേഷൻ, നായർ ഈഴവ കൺസോളിഡേഷൻ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ പ്രയോജനം ആർക്ക്? അതിലേക്കാണ് വിരൽ ചൂണ്ടേണ്ടത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇമ്മീഡിയറ്റ് പ്രയോജനം എന്ന് പറയുന്നത് തീർച്ചയായും BJPക്കാണെന്ന് തോന്നാം. പക്ഷേ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് കാര്യമായ അഭിപ്രായ പ്രകടനങ്ങളില്ലാതെ എങ്ങനെ ഡാമേജ് കൺട്രോൾ ചെയ്യാം എന്നത് LDF നോക്കുന്നു. കാരണം ഇനിയും ഒരു ഈഴവ മുഖ്യമന്ത്രി, വീണ്ടും ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാകണമെങ്കിൽ അത് UDFിൽ നിന്നുണ്ടാവില്ല. UDF കൊണ്ടുവരുന്ന ഒരു നായർ മുഖ്യമന്ത്രി ആയിരിക്കും എന്നത് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഈഴവ സമുദായം എങ്ങനെ ചിന്തിക്കുന്നു? LDFിന് മാത്രമേ ഒരു പക്ഷേ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാൻ കഴിയൂ. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണനാ വിഷയങ്ങളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.